ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനിറ്റ. ഞാൻ ഓസ്ട്രിയയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ്, ആളുടെ പേര് അജയ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റിലാണ്. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയില്ല. പക്ഷേ ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്കതിൽ പ്രത്യേകിച്ച് വിശ്വാസമൊന്നും തോന്നിയില്ല. അത് കാരണം ഉടമ്പടി പുതുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരുപാട് ഉഴപ്പി. അത് കഴിഞ്ഞിട്ട് ഞാൻ എബ്രോഡ് പോകാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓസ്ട്രിയ എന്ന കൺട്രിയിലേക്ക് പോകുന്നത്. ഞാൻ അവിടെ വിയന്ന എന്ന രാജ്യത്താണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലാണ്. ഞാൻ ഇവിടുന്ന് സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകുന്നത്. അപ്പം IELTS ആദ്യം കിട്ടാഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ഉടമ്പടി പുതുക്കിയത്. അങ്ങനെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാനതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഓസ്ട്രിയയിൽ ഒരു നല്ല അക്കോമഡേഷൻ വേണമെന്ന് പ്രാർത്ഥിച്ച് ആണ് ഞാൻ ഇവിടുന്ന് പോയത്. മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് മുന്നേ പോയി ഓസ്ട്രിയയിൽ വളരെ നല്ലൊരു അക്കോമഡേഷൻ, അതും ഒരു മലയാളി ഫാമിലിയുടെ കൂടെ എനിക്ക് അക്കോമഡേഷൻ റെഡിയാക്കി. ഒരു ചേച്ചിയും കുഞ്ഞും മാത്രമാണ്. അവരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫീലായിരുന്നു എനിക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അവിടെ സ്റ്റുഡൻ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ വീട്, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് പോലെ തന്നെ നമ്മുടെ കൂടെ ഒരാളുണ്ടാവുക എന്നുള്ളത്. അവിടെ ഹോസ്പിറ്റൽ എമർജൻസി ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ 1.5 വർഷക്കാലം ഞാൻ ഒരു കാര്യങ്ങൾക്കും, ഒരു സ്റ്റുഡൻറ്റ് ബുദ്ധിമുട്ടുന്ന ഒരു ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിട്ടില്ല. എന്നെ അറിയാവുന്നവരാണെങ്കിലും ആര് വിളിച്ചാലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ദൈവാനുഗ്രഹിച്ച് ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ എത്തി. ചേച്ചിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതെൻ്റെ ഒരു മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കറിയാം, സ്റ്റുഡൻ്റായിട്ട് പോകുന്ന എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനാണ്. അപ്പോൾ ഞാനും ഒരുപാട് വിഷമിച്ചാൽ പോയി. എൻ്റെ കാലിനൊരു സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ജോലി പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻസ് യൂഷ്വലി മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ KFCയിലാണ് ചെന്ന് കഴിയുമ്പോൾ ജോലി കിട്ടുന്നത്. പക്ഷേ ഞാനിവിടുന്ന് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പും തൈലവും എല്ലാമായിട്ടാണ് പോയത്. അപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഞാൻ കാശുരൂപം കൈ പിടിക്കും, ഉപ്പ് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ 2 ഇൻ്റർവ്യൂവിന് പോയി. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ആ ജോലി കിട്ടത്തില്ല എന്ന്. അതും എൻ്റെ ഒരു ഫീൽഡിൽ തന്നെ ഉള്ളതായിരുന്നു. ഞാനിവിടെ MBA പഠിച്ചിട്ടാണ് പോയത്. ഞാൻ 4 വർഷം അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പോയത് വേറൊരു കോഴ്സ് എടുത്തിട്ടാണ്. എൻ്റെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കോഴ്സ്, അവിടെ പോകണമെന്നുള്ളൊരാഗ്രഹത്തിനൊരു കോഴ്സ് എടുത്താണ് പോയത്. പക്ഷെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സെയിം ഫീൽഡിൽ പഠിച്ചാലേ സെയിം ഫീൽഡിലുള്ള ജോലി നമുക്ക് കിട്ടുകയുള്ളെന്ന്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസ് ത്രൂ എനിക്ക് ഞാൻ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്തു. പക്ഷേ റെസ്പോൺസ് ഒന്നും വന്നില്ല. ഒരു റെഫറൻസ് ത്രൂ എനിക്കൊരു ജോലി വന്നു, ഒരു ഇൻ്റർവ്യൂ. ഞാനപ്പോൾ ചെല്ലുന്നത് സെപ്റ്റംബറിൽ. എനിക്ക് ഡിസംബർ 2-ാം തീയതി പുള്ളി ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ജോലി തരാം. ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ ഒരു ജോലി, പ്രത്യേകിച്ചൊരു സ്റ്റുഡൻറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് വെച്ചിട്ട് പുള്ളി എന്നെ സെലക്ട് ചെയ്തു. ജർമ്മൻ വേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇംഗ്ലീഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, നീ പയ്യെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 8 അവേഴ്സേ ഉള്ളായിരുന്നെങ്കിൽ പോലും സ്റ്റുഡൻറ്റ് ലൈഫിലിരിക്കുമ്പം എനിക്ക് കിട്ടിയ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു റെക്കമെൻഡേഷനായിരുന്നു എൻ്റെ വർക്ക് ഫ്രം ഹോം ജോലിയായിരുന്നു. ഇവിടുന്ന് ചെല്ലുമ്പോൾ അറിയാം, ക്ലൈമറ്റൊക്കെ ആയിട്ട് യൂസ്ഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ആ വിൻ്ററിൻ്റെ സമയത്തും തണുപ്പത്തും ഒന്നും ജോലിക്ക് പുറത്തു പോലും പോകേണ്ട അവസ്ഥ എനിക്ക് വന്നില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് 8 അവേഴ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം 8 അവേഴ്സിന് നല്ലൊരു പേ. എനിക്ക് അവിടുത്തെ ചിലവുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു 8 അവേഴ്സിൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് എന്ന പൊസിഷനിലേക്ക് എനിക്കൊരു ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, അത് കഴിഞ്ഞ് ഞാൻ ആ ജോലിയിൽ നന്നായിട്ട് പോകുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പം ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് ജർമ്മൻ അറിയാത്തവരെ പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പുള്ളിയുടെ ഇംഗ്ലീഷ് ക്ലയൻസൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈശോയുടെ രൂപം നോക്കി ഒരുപാട് കരഞ്ഞു. കാര്യം എനിക്കാണ് ലോങ് സ്റ്റാൻഡിങ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇതായിരുന്നു ആകെയുള്ളൊരു ഹോപ്പ്. പുള്ളി അവേഴ്സ് കൂട്ടിത്തരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ 8 അവേഴ്സ് എന്നുള്ളത് ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും ഞാൻ ഈശോയെ തള്ളി പറഞ്ഞില്ല. ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട്
കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്താണ്, അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ജോലി പോയാൽ വേറെ ഇതിനേക്കാൾ നല്ലൊരു ജോലി എനിക്ക് ഈശോയും മാതാവും കൊണ്ടുതരും. അത് കാരണം ഞാൻ ഈശോയെ ഒരിക്കലും തള്ളി പറഞ്ഞില്ല. ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു എൻ്റെ ആ ജോലി പോയതിന്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഐ ട്രസ്റ്റ് യു, എനിക്ക് ഉറപ്പുണ്ട് ഈ ജോലിക്ക് പകരം എനിക്ക് നല്ലൊരു ജോലി നീ തരുമെന്ന്. അപ്പം ഓസ്ട്രേലിയയിൽ വെച്ചാൽ നമുക്ക് 14 months സാലറിയാണ്, 2 മാസം നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കറക്റ്റ് ഡബിൾ പേയുടെ സമയത്താണ് പുള്ളിക്കാരൻ എന്നോട് കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കാര്യം നമ്മൾ സ്റ്റുഡൻ്റാണ്, ചെന്നതേ ഉള്ളൂ, ഫീസ് അടയ്ക്കണം, ഫണ്ടിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം ഈശോയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ 2 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം, അതായത് മെയിലെ ഡബിൾ സാലറി എനിക്ക് കിട്ടുന്നത് പോലെ. അവേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ഡബിൾ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഡബിൾ പേയ്മെൻറ്റ് പുള്ളിക്ക് തരാതിരിക്കാം. പക്ഷേ മാതാവ് ഇടപെട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ആ ഡബിൾ പേയ്മെൻറ്റും പുള്ളി തന്നു. വളരെ സ്നേഹമായിട്ട് പുള്ളി, നീ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ നിനക്ക് എക്സ്റ്റൻഷൻ തരാമെന്ന് പറഞ്ഞ് ഒരു 2 months എനിക്ക് വേറെ ജോലി തപ്പാനുള്ള ഒരു സമയം തന്നു. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാര്യം ഓസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളവരല്ല. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കാനും എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയ ഒരു മാനേജറാണ്. അപ്പം അങ്ങനെ ഒരു നല്ല സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാനും അത് ജോലി പോയിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുവാനും മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എൻ്റെ ജോലി തീരാറായപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, വെക്കേഷൻ കിടപ്പുണ്ട്, അപ്പം നീ 1 മാസം വർക്ക് ചെയ്യണ്ട, വെക്കേഷനായിട്ട് എടുത്തോ, പക്ഷെ സാലറി ഞാൻ തരാമെന്ന്. അപ്പോൾ ജോലി പോലും ചെയ്യാതെ ആക്ച്വലി 1 മാസം എനിക്ക് ശമ്പളം കിട്ടി. അതൊക്കെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാര്യം സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ അവരോട് സംസാരിക്കുമ്പം എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് ജർമ്മൻ പോലും ഇല്ലാതെ വർക്ക് ഫ്രം ഹോം ജോബ് കിട്ടിയത്. അപ്പം ഞാൻ പറയുമായിരുന്നു, എനിക്കത് മാതാവ് വാങ്ങിച്ചു തന്ന ജോലിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അതെനിക്ക് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു വലിയ ബോണസ് പോയിൻ്റാണതെന്ന്. അതിനുശേഷം ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ മലയാളികളുടെ തന്നെ. അപ്പം ഞാൻ സാധനം വാങ്ങാൻ പോയതാണ്. അപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോയപ്പം അവിടുത്തെ അങ്കിൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിനോട് അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ജോലി പോയി, എൻ്റെ കോൺട്രാക്റ്റ് തീർന്നു, അപ്പം ഞാനൊരു ജോലി നോക്കുക, സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ തന്നെ പുള്ളിയോട് ചോദിച്ചു, ജർമ്മൻ അറിയാമോ? അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്ന ഒരു സമയത്തെ നോളജ് വെച്ചിട്ട് അറിയാം, നമ്പേഴ്സ് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ബില്ലിങ്ങിലുള്ള സ്റ്റാഫ് പോവുകയാണ്, അപ്പോൾ ബില്ലിങ്ങിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, മാതാവേ ഇതെന്തോ, അവിടെ സാധാരണ സ്റ്റുഡൻസൊക്കെ സാധനം അടുക്കി വെക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിയെ കിട്ടാറുള്ളൂ, പ്രത്യേകിച്ച് ജർമ്മൻ ഇല്ലാതെ. അപ്പോൾ എന്നെ ബില്ലിങ്ങിലേക്കെന്ന് വെച്ചാൽ നമുക്ക് ബില്ലിങ്ങിൽ ഇരുന്നാൽ മതി, എൻ്റെ ഈ കാലിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല. പിന്നെ കസ്റ്റമേഴ്സ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യണം, ഫില്ലിങ്ങിനൊക്കെ, അത് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ തമ്പുരാൻ എനിക്ക് ഒരുപാട് ഈസി ആക്കി തന്നൊരു ജോലിയാണ്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു, എൻ്റെ പേപ്പേഴ്സൊക്കെ കോൺട്രാക്റ്റിന് അയച്ചു, എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ 20 hours അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മലയാളികളുടെ കൂടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് അനുഗ്രഹം, ഞാൻ മാധവനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു ജോലി തീർന്നപ്പോൾ തന്നെ എനിക്ക് ശമ്പളമില്ലാതിരിക്കേണ്ട ഒരു അവസ്ഥ അമ്മ മാതാവ് എനിക്ക് തന്നില്ല. അപ്പം തന്നെ എനിക്ക് അടുത്ത ജോലി മാതാവ് ഇങ്ങോട്ട് എനിക്ക് കൊണ്ടുതന്നു. ഞാൻ അന്വേഷിച്ച് നടക്കുക പോലും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്താതെ. കാര്യം മക്ഡൊണാൾഡ്സിലൊക്കെ ഞാൻ ഒരുപാട് റെസ്യൂമേ കൊടുത്തു, എന്നെ എവിടെ നിന്നും വിളിച്ചില്ല. മക്ഡൊണാൾഡ്സിൻ്റെ മാനേജറിനെയൊക്കെ നേരിട്ട് പോയി കണ്ടു. പക്ഷേ ഇത്രയും സ്ഥലത്ത് ഞാൻ നടന്നിട്ടും അമ്മ മാതാവ് എനിക്ക് അവിടെ ജോലി തന്നില്ല. കാര്യം എന്നെക്കൊണ്ട് അത് പറ്റാത്ത ജോലി ആയതുകൊണ്ടാണ് എനിക്ക് തരാഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കത് പറ്റാത്തതുകൊണ്ടായിരിക്കും എനിക്കത് തരാത്തതല്ലേ, കുഴപ്പമില്ല, എനിക്ക് പറ്റുന്നൊരു ജോലി സമയമാകുമ്പോൾ കിട്ടും, പക്ഷേ എനിക്ക് പൈസയ്ക്കൊരു ടൈറ്റ് വരുത്തരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ സമയമായപ്പം എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റ് തീർന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പുതിയ ജോലിയിലേക്ക് കയറാൻ പറ്റി. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ നടുവേദന, ഏറ്റവും വലുതായിട്ട് പറയാനുള്ളത്, എനിക്കൊരു സിസ്റ്റ് വന്നായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 2 സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ കേട്ടപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്, എനിക്കൊരു ടെൻഷനൊക്കെ തോന്നി. കാര്യം കല്യാണം കഴിഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു. അപ്പം
നമുക്ക് അതേപ്പറ്റിയൊക്കെ കൂടുതൽ വറീസ് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ച് മാതാവേ എനിക്ക് ഒന്നും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ എന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഡോക്ടർ അടുത്ത സ്കാനിങ്ങിന് ഒരു 3 മാസം സമയം തന്നു. അപ്പോൾ വരെ ഞാൻ ഇവിടുത്തെ തൈലം ഞാൻ ആക്ച്വലി ഡോക്ടർ എനിക്ക് മെഡിസിൻ ഒന്നും തന്നില്ല. തൈലം ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 3 മാസം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഓർത്തപ്പോഴൊക്കെ 1 മാസം എന്തായാലും ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടും ഞാൻ 1, 2 അല്ലെ 3 ദിവസം മുടക്കി കാണും ആ 3 മാസത്തിൽ. ബാക്കി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. പിറ്റേ സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടർ തന്നെ ഷോക്കായി. പുള്ളിക്കാരി ഇങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കും. അപ്പം ഞാൻ ചോദിക്കും ഡോക്ടറെ എന്ത് പറ്റും ചോദിക്കുമ്പം ആ സിസ്റ്റ് പോയി, അവിടെ ആ സിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം 3 മാസം സമയം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് ഈ തൈലം അവിടെ പെരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതെനിക്കൊരു വലിയ വിശ്വാസമായിട്ട്, എനിക്കൊരു വലിയ സാക്ഷ്യമായിട്ട് അതിവിടെ പറയണമെന്ന് തോന്നി. അതുപോലെ എൻ്റെ ചെറുത് വലുതുമായ എല്ലാ രോഗസൗഖ്യങ്ങളും എനിക്ക് എൻ്റെ പ്രൈവറ്റ് പാർട്സിലൊക്കെ എനിക്ക് അലർജി ആയിട്ട് ഇങ്ങനെ കുരുക്കൾ വരുന്നൊരിതുണ്ടായിരുന്നു പണ്ട് തൊട്ട്. അപ്പം ഞാൻ അന്നേരം ആണെങ്കിലും ഞാൻ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അനേകം രോഗസൗഖ്യങ്ങളും എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു 40 hours ജോലി കിട്ടി. സ്പോൺസർഷിപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ സ്പൗസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതും സ്പൗസിന് ജർമ്മൻ A1 വിസ, ജർമ്മൻ A1 ലാംഗ്വേജ് വേണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ആളുടെ ജോലി സെയിൽസിലാണ്, ഒരുപാട് പ്രഷറുള്ള ജോലിയാണ്. അപ്പം ജോലി കഴിഞ്ഞ് വന്ന് പഠിക്കുക എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, ഇത്രയും നമ്മളെ മാതാവല്ലേ എത്തിച്ചത്, മാതാവ് ഈശോയോട് റെക്കമെൻഡ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി കാശ് രൂപവും, ഹസ്ബൻഡിനും ഉടമ്പടി കാശ് രൂപവും ഉണ്ട്, അപ്പം കാശ് രൂപവും തൈലവും ഉപ്പും ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെടുത്തപ്പോൾ തന്നെ നമുക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ഏജൻസി ത്രൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു A1 ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ ചിലപ്പോൾ ലാഗ് ആവുമായിരിക്കും, അതുകൊണ്ട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ട, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അവർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു A1 ചോദിക്കത്തില്ല, അമ്മ മാതാവ് ഇടപെടും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് എംബസിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഉടമ്പടി കാശ് രൂപം കൊണ്ടുപോയി, ഡോക്യുമെൻസിലെല്ലാം തൈലം പുരട്ടി. പിന്നെ പോകുന്നതിന് മുൻപേ ഇവിടെ കൃപാസനത്തിൽ വന്ന മാതാവിൻ്റെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതിൽ സെക്കൻഡായിട്ട് വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിക്കത്തില്ല എന്ന് എൻ്റെ വിശ്വാസമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് റെസ്പോൺസ് വന്നു, വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കാര്യം ഏജൻസിക്കാർ പറഞ്ഞു ചിലപ്പോൾ ലാംഗ്വേജ് ചോദിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടും മാതാവിൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ട് മാത്രമാണ് ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ 2 weeks മുന്നേ അപ്രൂവലായി വന്നു. ഞങ്ങളോട് വേറെ ഓരോ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സും ചോദിച്ചില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് കാണിക്കണമായിരുന്നു. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് കറക്റ്റ് സമയത്ത് ആവശ്യത്തിലധികം ഫണ്ട് അക്കൗണ്ടിൽ തന്നു. ഒരുപാട് പേര് സഹായിച്ചു, പക്ഷേ ആവശ്യത്തിലധികം ഫണ്ടും കിട്ടി, വിസയും അപ്രൂവായി. ഇപ്പം ഞാനിപ്പം കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഓസ്ട്രിയയിൽ നിന്ന് ഇവിടെ വരെ വന്നത്. ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വിസ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ കിട്ടുവാണെങ്കിൽ ഞാൻ അവധിയെടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന്. കറക്റ്റ് എനിക്ക് യൂണിവേഴ്സിറ്റി ബ്രേക്ക് കിട്ടി. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് സേവിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലെങ്കിൽ പോലും ഉള്ളത് വെച്ചിട്ട് ദൈവം തമ്പുരാൻ എന്നെ ഇവിടെ വരുവാനും ഈ സാക്ഷ്യം പറയുവാനും അനുവദിച്ചു. അത് ഈശോയുടെ മാതാവിൻ്റെ ഒരു വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു. ആ വിസ കിട്ടിയത് ഈശോയും മാതാവും അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ വീടിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ടി എനിക്ക് വന്നില്ല. ഒറ്റ വീടേ ഞാൻ കണ്ടുള്ളൂ, അവിടെ ഞാൻ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ആ വീട് എനിക്ക് കിട്ടിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടണമെന്ന്. കാര്യം പള്ളിയുടെ അടുത്ത് വീട് കിട്ടുവാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോയിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പള്ളിയിൽ ഞാൻ എപ്പോഴും പോയിരിക്കുമായിരുന്നു. എന്ത് സങ്കടം വന്നാലും ദൈവം തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇത്. കാര്യം വേറെ ആരോടും ഞാൻ പറയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ
കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് അവിടെ അഡോററായിട്ട് പോകും. അവിടെ ഫിലിപ്പീൻസ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആരാധനയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡായിട്ട് അവിടെ പോയപ്പോൾ സിസ്റ്റർ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് അഡോററായിട്ട് ഇരിക്കാൻ പറ്റുമോയെന്ന്. സംഭവം എന്നാണെന്നും എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു ഈശോയ്ക്ക് കൂട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പറ്റുന്ന സ്കെഡ്യൂൾസൊക്കെ ഞാൻ അവരോട് പറയാൻ തുടങ്ങി. 2-3 മണിക്കൂർ. പണ്ട് ഒരു 10 മിനിറ്റ് പോലും പള്ളിയിലിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 2-3 മണിക്കൂർ വെറുതെ ഈശോയെ നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയൊരു വലിയ ബ്ലെസ്സിങ് ആണ്. പിന്നെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് എനിക്ക് ആത്മീയമായിട്ട് എൻ്റെ ലൈഫിൽ വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഞായറാഴ്ച പള്ളിയിൽ കുർബാന മുടക്കുമ്പോൾ എനിക്ക് പണ്ട് വലിയ വിഷമമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. കാര്യം പരിപാടികളായിരുന്നു പ്രയോറിറ്റി. അപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോയിട്ട് ഒരു ഞായറാഴ്ച കുർബാന മുടക്കിയാലും അത് വലിയ പ്രശ്നമില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിലാണെങ്കിലും നമുക്ക് ഒരുപാട് പള്ളികളുണ്ട്. ജർമ്മൻ കുർബാനയാണ് കാണാറ്, മലയാളം കുർബാനയ്ക്ക് പോയില്ലെങ്കിലും. പക്ഷേ എല്ലാ ഞായറാഴ്ചയും ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞായറാഴ്ച കുർബാന മുടക്കിയിട്ട് ആ പരിപാടിക്ക് പോകത്തില്ല. പരിപാടി വേണ്ടെന്ന് വെച്ചാലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. അതെൻ്റെ ലൈഫിൽ എനിക്ക് വന്ന വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് കുർബാന മുടക്കാൻ ഇത്രയും ഒരു വിഷമം തോന്നി തുടങ്ങിയത്. അപ്പോൾ സൺഡേ കുർബാന ഞാൻ അവിടെ ഇംഗ്ലീഷിലാണ് നമുക്ക് കുമ്പസാരിക്കുന്നത്. മലയാളം നമ്മൾ അച്ഛന്മാരുണ്ട്, പക്ഷേ എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ പഠിച്ച് ഞാനിപ്പോൾ 2 വീക്സിൽ എന്തായാലും കുമ്പസാരിക്കും. അങ്ങനെ കൂടിപ്പോയ ഒരു 3 ആഴ്ച, അതിനപ്പുറത്തേക്ക് എൻ്റെ കുമ്പസാരം മുടങ്ങാറില്ല. അതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം. ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടേ പോകാറുള്ളൂ. കാര്യം ക്യാഷാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ടെൻഷനായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കാണും. ഡെയിലി ബ്രെഡ് കണ്ടു കഴിഞ്ഞിട്ട് കാശ് രൂപ എടുത്ത് ഞാൻ പോക്കറ്റിലിട്ട് അങ്ങനെ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. കാശ് രൂപ മറന്നു പോയാൽ ഞാൻ തിരിച്ച് വന്ന് കാശ് രൂപ എടുത്തുകൊണ്ടേ ജോലിക്ക് പോകത്തുള്ളൂ. അതെനിക്കൊരു വലിയ കോൺഫിഡൻസാണ്. അതില്ലാതെ പോയിട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് കാരണം ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ആ കാശ് രൂപ ഇട്ടിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പേ കൈ പിടിച്ച് ഞങ്ങൾ എത്രയും തള്ള മാതാവെ ചൊല്ലി കുരിശ് വരച്ച് സ്തുതി കൊടുത്തേ കിടക്കാറുള്ളായിരുന്നു. അപ്പം ഞാൻ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ ഹസ്ബൻഡ് നാട്ടിലാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിട്ട് പോലും ഞങ്ങൾ രാത്രിയിൽ വീഡിയോ കോൾ ചെയ്യുമ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ കോളിലാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് എത്രയും തളമാതാവ് ചൊല്ലി സ്തുതി കൊടുത്തിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഈ 1.5 വർഷക്കാലം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് വളർന്നു. ഞങ്ങൾ ഒരുപാട് സ്നേഹം കൂടിയ പോലെ ഞങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. അപ്പം ഈശോയുടെയും മാതാവിൻ്റെ ഇടപെടലും കൊണ്ട് ആ 1.5 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ചല്ലായിരുന്നെങ്കിലും ഒന്നിച്ചായിരുന്ന പോലെ തന്നെയുള്ളൊരു ഫീലായിരുന്നു. അത് ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹം. ആ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സപ്പോർട്ടീവായിട്ട്, ടൈം സോണിൻ്റെ ഡിഫറൻസ് ഉണ്ടായിട്ടും ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിരിക്കുന്നത് വളരെ കുറവാണ്. സാധാരണ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഒരുപാട് വഴക്കുകളും ബുദ്ധിമുട്ടുകളും വരേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ വന്നു, പക്ഷേ ആൾക്ക് ജോലിയിൽ നിന്ന് റിലീവിങ് കിട്ടിയിട്ടില്ല. ഞാൻ ഫെബ്രുവരി 26 തിരിച്ചു പോകും. അപ്പം റിലീവിങ് കിട്ടാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റണമെന്ന് മാത്രമാണ് മാതാവിനോട് ഇപ്പോൾ ഉള്ള പ്രാർത്ഥന. എൻ്റെ നിയോഗങ്ങൾ ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കി. എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനേക്കാളും എനിക്കിപ്പോൾ കിട്ടിയ ഈശോയെയും മാതാവിനെയും കളയാതെ ഈ പ്രെയർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. കാര്യം ഉടമ്പടി എടുത്തപ്പം 90 ദിവസം ഇതെങ്ങനെ പ്രാർത്ഥിക്കും, 90 ദിവസം ഇതെങ്ങനെ കൊണ്ടുപോകും എന്നതായിരുന്നു എൻ്റെ ഡൗട്ട്. പക്ഷേ ഇപ്പോൾ അതെൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെയാണ്. രാവിലെ എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഡെയിലി ബ്രെഡ് കാണുന്നു, ജോലിക്ക് പോകുന്നു. അതെൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെയായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉടമ്പടി ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എന്നെ ഈശോയും മാതാവും ഉടമ്പടി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഇതിലെത്തിച്ചിട്ടുണ്ട്. അതും ഞാൻ ഈശോയുടെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഡെയിലി ബ്രെഡ് കാണാതെ ഒരു ദിവസം പോലും ഞാൻ ജോലിക്ക് പോകാറില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും ചൊവ്വാഴ്ച ധ്യാനം കൂടണമെന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഇനിയും അവിടെ ചെന്നും ഈ പ്രെയർ ലൈഫ് ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യുവാനും ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ആൾത്താരെ വന്ന് പറയുവാനും ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം.
എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അനിറ്റ, അജയ് എന്ന ഈ സഹോദരങ്ങളുടെ, ഈ ദമ്പതികളുടെ വളരെ ശക്തവും ആത്മീയവുമായ ഈ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വളരെ സങ്കടത്തോടുകൂടിയാണ് അനിറ്റ് ഇവിടെ വന്ന് ഈ 30 ദിവസം എങ്ങനെ ഞാൻ 90 ദിവസം ഈ ഉടമ്പടിയിൽ എങ്ങനെ ചിലവഴിക്കും എന്ന് വിഷമിച്ചുകൊണ്ട് ഉടമ്പടി എടുത്ത അനിറ്റാണ് പിന്നീട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു യു-ടേണിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. തികച്ചും ഒരു എയർ ലിഫ്റ്റിംഗ് സാക്ഷ്യം എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. വളരെ ശക്തിയായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസിൽ എന്ന അടിസ്ഥാനത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെയും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്ന വിധങ്ങൾ വളരെ വ്യത്യസ്തമാണ്, വളരെ വിസ്മയിപ്പിക്കുന്നതാണ്. കാരണം A1 ഇല്ലാതെ പോലും ഈ മകൾക്ക് ബിസിനസ് അനാലിസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ലെങ്കിൽ തന്നെയായാലും അവിടെ ചെന്നെത്താൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ലെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴുണ്ടായ പരിശുദ്ധ അമ്മയുടെ ആ നടപടികൾ, പരിശുദ്ധ അമ്മ കൈപിടിച്ചുകൊണ്ട് ആവശ്യമായ അക്കോമഡേഷൻ, വീട്, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എല്ലാം പരിശുദ്ധ അമ്മ മുൻപേ നടന്ന് ട്രാവലിംഗ് മദർ എന്ന് പരിശുദ്ധ അമ്മ, സഞ്ചാരി മാതാവെന്ന് അമ്മയെക്കുറിച്ച് പറയുന്നത് ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. അനിറ്റയുടെ ആ ഒരു വലിയ വിശ്വാസമാണ് എനിക്കൊന്നിനും. അനിറ്റ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈശോ വേണം, ഈശോയെ സ്നേഹിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം വന്നപ്പോൾ തന്നെ ഒരു 3 മണിക്കൂർ ഒരു അഡോററായി അപ്പോയിൻറ്റ് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം പോലും ഈ മകൾക്ക് ലഭിച്ചതായിട്ട് നമ്മുടെ ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്. ഈശോ എല്ലാവരെയും സ്നേഹിക്കും, പക്ഷേ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. നീതി ഈശോ പ്രവർത്തിക്കും, പക്ഷേ ഇഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടവരിലെ ലിസ്റ്റിലേക്ക് അനിറ്റ് കയറിയതാണ് ഈ വലിയ സാക്ഷ്യം. മകൾക്ക് ജീവിച്ചു തുടങ്ങിയപ്പോൾ ജോലിയുടെ ആവശ്യത്തിലെല്ലാം ഒരു സീനിയർ കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്ക് പോലും സ്റ്റുഡൻറ്റ് വിസയിൽ ചെന്നൈ മകൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ യാതൊരു അസ്വസ്ഥതകളും ഇല്ലാതെ തന്നെ എപ്പോഴൊക്കെയാണോ അസുഖം വരുന്നത് അപ്പോഴെല്ലാം ഈ മകളുടെ ആൻറ്റിബയോട്ടിക് പോലും നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു. ഈശോ ഒരിക്കലും സംശയിക്കാതെ, ഒരിക്കലും തള്ളിപ്പറയാതെ ജീവിക്കാനുള്ള, പരാതിപ്പെടാതെ ജീവിക്കാനുള്ള ഒരു 60 മേനി കൊയ്യാനുള്ള, 100 മേനി കൊയ്തെടുക്കാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു വലിയ ബ്യൂട്ടി മകളെ ഏറ്റുപറയുകയായിരുന്നു. ഞങ്ങൾ എന്നും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതും ഡേ അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നു. വളരെ മനോഹരമായ ഒരു ജീവിത രീതിയിലേക്ക് യു-ടേൺ എടുത്തുകൊണ്ട് കടന്നു വരാൻ ഈശോ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈശോയോട് തന്നെ ഒരു കൺസൾട്ടേഷൻ ആദ്യം കൊടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി വളരെ സ്ട്രോങ് ആകുവാനും ജീവിതത്തിലുടനീളം നിത്യതയാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഉന്നം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു കയ്യടിയോടെ ഇവരുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.